അടുത്ത സ്ഥലമാണ് മലമ്പുഴ. 24ാമത്തെ പ്ലേസാണ് മലമ്പുഴ. മലമ്പുഴ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം പറയണം കേരളത്തിലെ ഏറ്റവും വലിയ ഡാം അല്ലേ, ദ ബിഗ്ഗസ്റ്റ് ഡാം ഇൻ കേരള എന്ന് ചോദിക്കുന്നതാണ് മലമ്പുഴ ഡാമാണ്. അതായത് ദ ബിഗ്ഗസ്റ്റ് ഡാം ഇൻ കേരള, ദ ബിഗ്ഗസ്റ്റ് ഡാം ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടുന്നതാണ് മലമ്പുഴ ഡാം അല്ലേ. മലമ്പുഴ ഡാം ഭാരതപ്പുഴ നദിയിലാണ്. മലമ്പുഴ ഡാം ഓൺ ദ റിവർ ചോദിച്ചാൽ ഭാരതപ്പുഴ. മലമ്പുഴ എവിടെയാണ്? ഭാരതപ്പുഴ നദിയിലാണ് മലമ്പുഴ ഡാം അല്ലേ. മലമ്പുഴ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി എന്നും കൂടെ അറിയപ്പെടുന്നത് ദ ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ദ ലാർജസ്റ്റ് റിസർവോയർ, വാട്ടർ റിസർവോയർ, ദ ലാർജസ്റ്റ് വാട്ടർ റിസർവോയർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഏറ്റവും വലിയ ജലസംഭരണി, കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്, മലമ്പുഴ തന്നെയാണ്. മത്സര പരീക്ഷകളിൽ വിജയം ഉറപ്പാക്കുവാനുള്ള ഏക വഴിയും എളുപ്പവഴിയുമാണല്ലോ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കുക എന്നുള്ളത്. അതെ, സ്മാർട്ട് വർക്ക്. PSC പഠനം ഒരു തപസ്സായി ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ PSC ടോക്സ് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കും. എവിടെ പഠിച്ചു തുടങ്ങണമെന്നറിയാത്ത ഒരാൾക്കും മത്സര പരീക്ഷകളിൽ ഒരു 100 റാങ്കെങ്കിലും മുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും 100% പ്രയോജനകരമായിരിക്കും PSC ടോക്സ് എന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. വിശ്വസിക്കാം. പരീക്ഷയുടെ മാധ്യമം ഏതായാലും, പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയായാലും, PSCയുടെ സിലബസ് എന്ത് തന്നെയായാലും മറ്റേത് പഠന സഹായേക്കാളും തികച്ചും വ്യത്യസ്തവും പുതുമയും നിറഞ്ഞ രീതിയിലാണ് PSC ടോക്സ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നടക്കാനിരിക്കുന്ന LD ക്ലർക്ക്, LGS, പോലീസ് കോൺസ്റ്റബിൾ, സബ് ഇൻസ്പെക്ടർ, LP, UP തുടങ്ങിയ ബൾക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്ന പരീക്ഷകളിൽ PSC ടോക്സ് ഉപയോഗിച്ച് പഠിക്കുന്നവർ മികച്ച റാങ്ക് കൈവരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കേരള PSCയുടെ പൾസ് അറിഞ്ഞ് ചെയ്തെടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ് PSC ടോക്സ്. PSC ടോക്സ് തുടങ്ങി വെറും 15 മാസം കൊണ്ട് തന്നെ 4.5 ലക്ഷത്തിന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ ഉപയോഗിച്ച് പഠിക്കുന്ന PSC ടോക്സ് എന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഈ മലമ്പുഴ ഡാം അല്ലേ, മലമ്പുഴ ഡാം കേരളത്തിൻ്റെ വൃന്ദാവനം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ വൃന്ദാവനം അല്ലേ, ദ വൃന്ദാവൻ ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത്. വൃന്ദാവൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഡാമാണ്. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. ഫസ്റ്റ് റോക്ക് ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് റോക്ക് ഗാർഡൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ. ഈ റോക്ക് ഗാർഡൻ ബിൽറ്റ് ടു ബൈ ആരാണ് പണിതത്? ബിൽറ്റ് ടു ബൈ നേക്ക് ചന്ദ് ആണ്. ആരാണ്? നേക്ക് ചന്ദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ബിൽറ്റ് ചെയ്തത്, നേക്ക് ചന്ദ്. അപ്പം നമ്മുടെ മലമ്പുഴ റോക്ക് ഗാർഡൻ അല്ലേ ആദ്യമായി പണിതത് ആരെന്ന് ചോദിച്ചാൽ നേക്ക് ചന്ദാണ്. നമ്മുടെ ഈ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് 2 മുഖ്യമന്ത്രിമാരെയാണ് കിട്ടിയത്. 1980 കിട്ടിയ ചീഫ് മിനിസ്റ്ററാണ് EK നയനാർ സാർ. EK നയനാർ അല്ലേ, EK നയനാർ സാറിനെയും സഖാവ് EK നയനാർ അദ്ദേഹത്തിനെ 1980 അദ്ദേഹം നമ്മുടെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് പ്രതിനിധീകരിച്ച് വന്ന മുഖ്യമന്ത്രിയാണ് ആര്? EK നയനാർ സാർ.